ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ഫുൾ കോഴി എങ്ങനെ പ്രഷർ കുക്കറിൽ ഈസി ആയിട്ട് കുക്ക് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് വീഡിയോയിലോട്ട് നോക്കാമല്ലോ. ഫസ്റ്റ് മാഗ്നേറ്റ് ചെയ്യാൻ ആവശ്യമായി 5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കാം. ഞാനിവിടെ പിരിയൻ മുളകും കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. നല്ല മുളക് പൊടിയാണെങ്കിൽ ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 2.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, രണ്ട് പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തത്. അതിനുശേഷം ഒരു ചെറിയ നാരങ്ങയുടെ നീര്, മൂന്ന് ടേബിൾ സ്പൂൺ വരെ നല്ല കട്ടി തൈര്, അധികം പുളിയില്ലാത്ത നല്ല കട്ടി തൈര് എടുത്താൽ അത്രയും നല്ലത്. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാമായി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി വെള്ളം പോലെ ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ആ ചിക്കനിൽ മാഗ്നേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കുഴമ്പാക്കി എടുത്താൽ മതി. കുറച്ച് വെള്ളം കൂടെ, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് കട്ടിയായിട്ടുള്ള മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കാം. ചിക്കനിലെല്ലാം നന്നായിട്ട് വരഞ്ഞു കൊടുത്തേക്കാണ്. എന്നാൽ നമ്മുടെ മസാല എല്ലായിടത്തും നന്നായിട്ട് എത്തണം. ഫോക്ക് ഉണ്ടെങ്കിൽ ഫോക്ക് വെച്ച് എല്ലായിടത്തും ഒന്ന് കുത്തിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മസാല ചിക്കനിലൂടെ നന്നായിട്ട് പിടിക്കും. എല്ലായിടത്തും നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. എല്ലായിടത്തും മസാല എത്തി എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. മിനിമം 1 അവറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കേണ്ടതുണ്ട്. ഓവർനൈറ്റ് മസാല പുരട്ടിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മസാലയൊക്കെ ചിക്കനിൽ പിടിക്കും. നന്നായിട്ട് ഇതുപോലെ എല്ലായിടത്തും മസാല തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിരിക്കുകയാണ്. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു ഇലയിലോട്ട് എടുത്ത് വയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ 2 മുട്ട അവിച്ചതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്യാനായിട്ട് വെക്കുന്നു. അത് വേണമെന്ന് നിർബന്ധമില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. മുട്ടയും സവാളയും തക്കാളിയും മുളകും ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്.
ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക. അതിനുശേഷം ബാക്കി വന്ന മസാലയും കൂടി നമ്മളിതിൻ്റെ പുറത്തോട്ടെല്ലാം തേച്ച് കൊടുക്കുക. അങ്ങനെ വേണമെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് കാൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, നിർബന്ധമില്ല. അതിനുശേഷം തക്കാളിയും സവാളയും പച്ചമുളകും ഒക്കെ വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ബാക്കി മസാലയും കൂടെയെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വാഴയില നന്നായിട്ട് ടൈറ്റ് ചെയ്ത് എടുക്കുക. വാഴനാര് കൊണ്ട് കെട്ടിയെടുക്കണം. കുക്കറിൽ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ മതി. അതിനുശേഷം ആവശ്യത്തിന് ക്ലാഞ്ഞിൽ വെച്ച് കൊടുക്കുക. കാരണം ചിക്കനിൽ നിന്നും വെള്ളം ഊറി വരും. ഈ വെള്ളം ചിക്കനിൽ പിടിക്കാതെ ഇരിക്കാനാണ് നമ്മൾ ക്ലാഞ്ഞിൽ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ചതിന് ശേഷം നമ്മുടെ കുക്കർ അടച്ച് ഒരു ലോ ഫ്ലെയിമിൽ മിനിമം ഒരു 20 മിനിറ്റ് വെക്കുക. അങ്ങനെ 20 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തേക്കുകയാണ്. സ്വാദിഷ്ടമായ ഫുൾ ചിക്കൻ കുക്കറിൽ നമുക്കിങ്ങനെ ഈസി ആയിട്ട് വെറും മിനിമം 20 മിനിറ്റ് കൊണ്ട് നമുക്കുണ്ടാക്കാം. അപ്പോൾ ഫുഡിൽ വ്യത്യസ്തത തേടുന്ന എല്ലാ കൂട്ടുകാരും ഇത് ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.